നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. സാഹോദര്യ സമത്വ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ബി.ആർ. അംബേദ്കർ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. മഹാത്മാ മന്ദിരത്തിൽ ദേവദാസ് മോറായ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ വിദ്യാഭ്യാസ മേഖലയിൽ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ താമസം ഉണ്ടാവുക, ചില കുട്ടികളുടെയെങ്കിലും അവകാശങ്ങൾ തടഞ്ഞുവെക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ ഇടപെടുകയും അവരെ സഹായിക്കുകയും സംഘടന ചെയ്യുന്നുണ്ട്. ഗവൺമെന്റിൽ നിന്നും കിട്ടേണ്ട ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുക, തൊഴിൽ മേഖലയിൽ മാർഗനിർദ്ദേശം നൽകുന്നതിനും സാഹോദര്യ സമത്വ സംഘം പ്രവർത്തിച്ചു വരുന്നുണ്ട്. സാമൂഹിക പരിഷ്കർത്താക്കളായിട്ടുള്ള ഡോക്ടർ ബി.ആർ. അംബേദ്കർ, മഹാത്മാ അയ്യങ്കാളി, കണ്ണൂരിലെ തന്നെ പരിഷ്കർത്താവായിട്ടുള്ള സ്വാമി ആനന്ദ തീർത്ഥ തുടങ്ങി ഒട്ടേറെ പേരുടെ ജന്മദിനങ്ങളും ചരമദിനങ്ങളും വിവിധ പരിപാടികളോടുകൂടി കണ്ണൂർ ജില്ലയിൽ സംഘടിപ്പിക്കുന്നതിനും കഴിഞ്ഞിട്ടുണ്ടെന്നും സംഘടനാ പ്രസിഡന്റ് ശശീന്ദ്രൻ മാസ്റ്റർ പറഞ്ഞു. സാഹോദര്യ സമത്വ സംഘം കഴിഞ്ഞ 3 വർഷമായി കേരളത്തിലെ എല്ലാ ജില്ലകളിലും അതിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ്. പ്രത്യേകിച്ചും നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ മേഖല, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും അവരുടെ വിദ്യാഭ്യാസ ഫീസ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നിരന്തരമായ ശ്രമങ്ങൾ ഇതിൻ്റെ അധികാരികളുടെ ഭാഗത്ത് സമ്മർദ്ദം ചെലുത്തുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇപ്പോൾ സെൽഫ് ഫൈനാൻസിങ് കോളേജുകളിൽ എഞ്ചിനീയറിങ്ങിനും മെഡിസിനും പഠിക്കുന്ന പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മുഴുവൻ ഫീസ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ ആനുകൂല്യം കൊടുക്കുന്നൊപ്പം തന്നെ ഈ അൺഎയ്ഡഡ് സെൽഫ് ഫൈനാൻസിങ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ മേഖലയിൽ കഴിഞ്ഞ വർഷങ്ങളായി തന്നെ ഈ പൈസ വിദ്യാഭ്യാസ ആനുകൂല്യം കൊടുക്കാറില്ല. അത് സാഹോദര്യ സമത്വ സംഘത്തിൻ്റെ ശക്തമായ ഇടപെടലിലൂടെ അതിന് ഒരു പ്രത്യേക ഉത്തരവിലൂടെ തന്നെ നമുക്ക് പ്രത്യേകിച്ച് 5/1/2022 ഉത്തരവിലൂടെ അതിന് പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ നമ്മുടെ വിവിധ മേഖലയിൽ നമ്മുടെ പാവപ്പെട്ട ആളുകൾ അവരുടെ കോളനികളിൽ താമസിക്കുന്ന ആളുകളുടെയൊക്കെ തന്നെ ഉന്നമനത്തിന് വേണ്ടിയുള്ള സജീവമായ പ്രവർത്തനങ്ങൾ അവരുടെ എന്തൊക്കെയാണ് ഇപ്പോൾ വീട് ചോർന്നൊലിക്കുന്ന വീടുകൾ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് വേണ്ടി വളരെ അടിയന്തരമായുള്ള അധികാരികളുടെ ഇടപെടൽ നടത്തുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പുരുഷോത്തമൻ പി സ്വാഗതം പറഞ്ഞു. സജീവൻ പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. വേണുഗോപാലൻ കെ, ഗിരിധരൻ ടി, രാജൻ കണ്ണടിപ്പറമ്പ്, കെ ശശിധരൻ മാസ്റ്റർ, ദേവിലാൽ ടി, കണ്ണൻ, CH ദിനേശൻ, വിനോദ് മാസ്റ്റർ, രാജേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തകളുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.